റോഡ് നിർമ്മാണത്തിലെ അപാകതയും റോഡിന്റെ ശോചനീയാവസ്ഥയും അതുമൂലമുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളും അപകടങ്ങളുമൊക്കെ പലയിടത്തു നിന്ന് പൊതുജനങ്ങളിൽ സാർ പ്രേക്ഷകരിലേക്ക് എത്തിച്ചിട്ടുണ്ട് പലപ്പോഴായി. അത് അധികൃതർ ശ്രദ്ധയിൽപ്പെടുത്തി പരിഹാരം ഉണ്ടാക്കിയിട്ടുമുണ്ട്. ഇപ്പോൾ നമ്മൾ പോകുന്നത് മലപ്പുറത്തേക്കാണ്. റോഡിന് വീതി കൂട്ടണമെന്നാവശ്യപ്പെട്ട് പരാതി കൊടുത്ത് മടുത്തിരിക്കുകയാണ് പാണക്കാട് പൗരസമിതി. മറ്റത്തൂർ പാണക്കാട് ജംഗ്ഷൻ വരെ റോഡ് വീതി കൂട്ടണം എന്നാണ് അവിടുത്തുകാർ പറയുന്നത്. ഗതാഗത കുരുക്കടക്കം വലിയ പ്രതിസന്ധിയാണ് ഈ സംസ്ഥാന പാതയിൽ അനുഭവപ്പെടുന്നത്. കഴിഞ്ഞ 10 വർഷമായുള്ള ഇവരുടെ ആവശ്യത്തിൽ ഇപ്പോഴും അധികൃതരുടെ ഇടപെടൽ ഉണ്ടായിട്ടില്ല എന്നത് യാഥാർത്ഥ്യമാണ്, വസ്തുതയാണ്. മലപ്പുറം പരപ്പനങ്ങാടി റോഡിൽ ഏറ്റവും വീതി കുറഞ്ഞിട്ടുള്ള ഒരു ഭാഗമാണ് ഇത്. പാണക്കാട് തങ്ങൾപ്പടി മുതൽ മറ്റത്തൂർ പാണക്കാട് ജംഗ്ഷൻ വരെയുള്ള ചെറിയൊരു ഭാഗമാണ്. പക്ഷേ അവിടെ ഏറ്റവും വീതി കുറവാണ്. ഇതൊന്ന് വീതി കൂട്ടണം എന്നാവശ്യപ്പെട്ടുകൊണ്ട്, ഈ സംസ്ഥാന പാതയുടെ വീതി കൂട്ടണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഒരു കൂട്ടം ആളുകൾ ഇനി കയറി ഇറങ്ങാത്ത ഓഫീസുകളില്ല. നവകേരള സദസ്സിൽ വരെ പരാതി കൊടുത്തിട്ട് കാലങ്ങളായി കാത്തിരിക്കുകയാണ്. പക്ഷേ ഇപ്പോഴും ഒരു നടപടിയും ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടില്ല. 2015 മുതൽ പൗരസമിതി ഈ റോഡൊന്ന് വീതി കൂട്ടാൻ വേണ്ടി അധികൃതരുടെ പുറകെയുണ്ട്. കാരണം സംസ്ഥാന പാതയാണെങ്കിലും പാണക്കാട് എത്തിയാൽ ഈ റോഡ് കുപ്പിക്കഴുത്തു പോലെയാകും. വഴിയാത്രക്കാർക്ക് ഒന്ന് അരികിലേക്ക് നിൽക്കാൻ പോലും സ്ഥലമില്ല. കൂടാതെ അരികിലെ ഓടകൾ വൃത്തിയാക്കിയിട്ട് വർഷങ്ങളായി. ചെറിയ മഴയ്ക്ക് പോലും റോഡിൽ വെള്ളമാണ്. റോഡ് വീതി കൂട്ടണമെങ്കിൽ ആദ്യം വേണ്ടത് സ്ഥലം ഏറ്റെടുക്കണം. അതിന് പ്രദേശവാസികൾ തയ്യാറാണ് എന്നതാണ് ഇവിടുത്തെ പ്രത്യേകത. ന്യായമായ നഷ്ടപരിഹാരം നൽകിയാൽ മതി. പക്ഷേ അതിനുള്ള ഒരു താല്പര്യവും സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഇതുവരെ ഉണ്ടായിട്ടില്ല. സ്ഥലം വിട്ടുകൊടുക്കാൻ നാട്ടുകാർ തയ്യാറാണ്. ന്യായമായ വില കിട്ടിയാൽ മതി എന്ന് പറഞ്ഞിട്ട് പണ്ടില്ല എന്ന് പറഞ്ഞു. അവർക്ക് സ്ഥലം ഫ്രീ ആയിട്ട് കിട്ടണം. അതിനിപ്പോൾ ഈ മതിലൊക്കെ പൊളിച്ചുകൊണ്ട് ആരും കൊടുക്കാൻ തയ്യാറുമില്ല. ജില്ലാ കലക്ടർ പലതവണ ചർച്ച നടത്തി. ചർച്ചയെല്ലാം പോസിറ്റീവാണ്. പക്ഷേ ഫണ്ടിന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ ഗവൺമെന്റ് അധികാരികൾ പുറകിലേക്ക് നിൽക്കും. മുഖ്യമന്ത്രിയുടെ മലപ്പുറം നിയോജക മണ്ഡലം നവകേരള സദസ്സിൽ പരാതി നൽകിയിരുന്നു. ഇത് പൊതുമരാമത്ത് വകുപ്പിന് കൈമാറിയെന്ന മറുപടി ലഭിച്ചുവെങ്കിലും പിന്നീടൊന്നും ഉണ്ടായില്ല. കഴിഞ്ഞ വർഷം കരുതലും കൈത്താങ്ങുമെന്ന പേരിൽ മന്ത്രിമാർ നേതൃത്വം നൽകിയ അദാലത്തിലും പരാതി നൽകി. അവിടെയും തദൈവ. വിഷമം സാധാരണക്കാർക്ക് തന്നെ. റോഡിലേക്ക് വെള്ളം കയറുന്ന പ്രശ്നം, വീതിയില്ല, കാൽനടയാത്രക്കാർക്കും പ്രതിസന്ധി. ഇവിടെ വീതി കൂട്ടുന്നതിന് സ്ഥലം വിട്ടുകൊടുക്കാൻ നാട്ടുകാരും തയ്യാറാണ്. എന്നിട്ടും ഈ ഫയലുകളുടെ ചുവപ്പ് നാട അഴിയുന്നില്ല, ഫണ്ടില്ല എന്നുള്ളതാണ് കാരണമായി പലപ്പോഴും പറയുന്നതും. അപ്പോൾ ഈ ഫയലുകളുടെ ചുവപ്പ് നാട അഴിയേണ്ടതുണ്ട്. നാട്ടുകാർക്ക്, യാത്രക്കാർക്ക് സുഗമമായിട്ടുള്ള യാത്രാ സൗകര്യം ഒരുക്കണം. അർഷകനൊപ്പം വിപിൻ സി വിജയൻ, 24 മലപ്പുറം. പൊതുജനം കഴുതയല്ല സാർ. സംസ്ഥാന പാതയാണ്, അത്യാവശ്യം കൂടുതൽ വാഹനങ്ങൾ പോകുന്ന പാതയാണ്. ഇരുവശത്തും നമ്മൾ കണ്ടതാണ്. അവിടെ കാൽനട യാത്ര പോലും അതിനുള്ള സൗകര്യം പോലും അവിടെ ഇല്ല എന്നതാണ് യാഥാർത്ഥ്യം. ഗതാഗതക്കുരുക്ക് മൂലമുണ്ടാകുന്ന അപകടങ്ങൾ അത് വേറെയാണ്. ഇനിയിപ്പോൾ എല്ലാം കഴിഞ്ഞ് മഴക്കാലം വരുമ്പോൾ ചെറിയ മഴ പെയ്താൽ പോലും ആ റോഡിലാകെ വെള്ളക്കെട്ടാണ്. അങ്ങനെ ഈ വിഷയത്തിൽ ഒരു ഇടപെടൽ ഉണ്ടാകാൻ ഇനി ആരോട് പറയണം എന്നാണ് അവിടുത്തുകാർ ഒന്നൊന്നായി ചോദിക്കുന്നത്. ചില പ്രതികരണങ്ങളിലേക്കാണ് നമ്മൾ ഇനി കിടക്കുന്നത്. ഇപ്പം മഴക്കാലത്ത് മുട്ടിന് മേലെ വെള്ളം നിൽക്കുന്ന സ്ഥലമുണ്ട് ഈ ഏരിയ. കാരണം ആ വെള്ളം ഒഴിഞ്ഞു പോകാനുള്ള യാതൊരു സംവിധാനവും ഇല്ല. അതും ഞങ്ങൾ പല പ്രാവശ്യം ഞങ്ങൾ ആവശ്യപ്പെട്ടാണ്. കുറച്ചു കാലം ഇതൊരു VIP റോഡായിട്ട് പരിഗണിച്ചിട്ടുണ്ടായിരുന്നു. അന്നും ഞങ്ങൾക്ക് ഈ റോഡിനൊരു പരിഗണന കിട്ടിയില്ല. രണ്ട് ഭാഗത്തുനിന്ന് വണ്ടി വന്നിട്ടുണ്ടെങ്കിൽ മാറിക്കാൻ സ്ഥലമില്ല. എവിടേക്കെങ്കിലും മാറിക്കണമെങ്കിൽ വണ്ടി തട്ടും. അത്രയും ഇടുക്കിയ സ്ഥലമാണ് ഇവിടെ. പിന്നെ മഴക്കാലത്താണെങ്കിൽ റോട്ടിൽ വെള്ളം നിന്നിട്ട് നടക്കാൻ വയ്യ. ആളുകൾ കൂടുതലുള്ള ദിവസമാണെങ്കിൽ ഇവിടെ തങ്ങന്മാരത്തേക്ക് ആൾക്കാർ വരുന്നത് റോഡാകെ ബ്ലോക്ക് ആക്കാറ്. ഒരു വണ്ടികൾ പോയാൽ നിർത്തിയാൽ മറ്റു വണ്ടിക്ക് പോകാൻ സ്ഥലമില്ല. അതായത് മഴ ആയാലും കടയ്ക്കായിട്ട് വെള്ളം തെറിക്കും. വണ്ടികൾ പോയാൽ ജനങ്ങൾക്ക് തന്നെ ബുദ്ധിമുട്ടാണ്. വെള്ളം തെറിച്ചിട്ട് ജനങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് അവിടെ വണ്ടികൾ വന്ന് ഡ്രെയിനേജിൽ ചാടും. ആക്സിഡൻ്റ് ആവും ഇടയ്ക്കിടയ്ക്ക് ഉണ്ടായിട്ടുണ്ട്. ഇവിടെ തീരെ വീതിയില്ല. നടക്കാൻ പറ്റണില്ല. നടന്നു പോകുമ്പോഴേക്കിന് ആൾക്കാരെ മേത്ത് വണ്ടി കെട്ടുകയാണ്. അങ്ങനെ നടന്നു പോണതിനെ പേടിച്ചിട്ടാണ്, ജീവൻ പണയം വെച്ചിട്ട് പോകും പോലെയാണ് ഇത് ഭയങ്കര ദയനീയാവസ്ഥയാണ് ഈ റോഡിൻ്റെത്. കുറേ ആയിട്ട് ഇങ്ങനെയാണ്. ആരും ഇതിനെ പിന്നെ ഒരു പ്രതികരിക്കണമില്ല, ഒന്നുമില്ലാതെ ഇങ്ങനെ കിടക്കുകയാണ്.